Hi everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ടു സ്കോർ മാക്സിമം മാർക്സ് ഇൻ ഇഗ്നോ എക്സാം. ഇഗ്നോവിൻ്റെ എക്സാംസിൽ എങ്ങനെയാണ് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു മുൻപ് നമ്മൾ ഇഗ്നോവിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ ആ വീഡിയോസിൽ നമ്മൾ എന്താണ് ഇഗ്നോവിൻ്റെ എക്സാംസ് എങ്ങനെയാണ് നടത്തുന്നത്, ഇഗ്നോവിൻ്റെ അസൈൻമെൻറ്റ്സിനെ കുറിച്ചും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പം ഇഗ്നോവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇഗ്നോവിൽ നമ്മൾ ഒരു കോഴ്സ് എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിവേഴ്സിറ്റിയുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന രണ്ട് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ രണ്ട് ഏരിയാസ് ആണ് അസൈൻമെൻറ്റ്സും അതുപോലെ തന്നെ എക്സാംസ് എന്നും പറയുന്നത്. സോ നമ്മൾ എത്ര പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ മാർക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പറയുന്ന എക്സാംസും അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സുമാണ്. നമ്മളിപ്പോൾ ഒരു കോളേജ് എഡ്യൂക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മളെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ അറ്റൻഡൻസ്, അതുപോലെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെൻറ്റ്സ്, നമ്മുടെ ക്ലാസ്സിലെ പ്രസൻസ്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവാലുവേഷനിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഇഗ്നോ എന്ന് പറയുമ്പം നമ്മൾ നോർമലി ഇഗ്നോവിനെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്കൊരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആവശ്യമുള്ള ഒരു ടൈമിലാണ്. സോ അപ്പം ഇഗ്നോ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രണ്ട് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് അവരുടെ അസൈൻമെൻറ്റ്സും അതുപോലെ തന്നെ എക്സാംസുമാണ്. അതായത് ഇഗ്നോ നമുക്ക് മാർക്സ് തരുന്ന രണ്ട് ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് അവരുടെ എക്സാംസും രണ്ട് അവരുടെ അസൈൻമെൻറ്റ്സുമാണ്. സോ ഈ അസൈൻമെൻറ്റ്സിലും എക്സാംസിലും എത്ര നന്നായിട്ട് പെർഫോം ചെയ്യാമോ അതായിരിക്കും ഇഗ്നോവിൻ്റെ സർട്ടിഫിക്കറ്റിൽ വരുന്ന നമ്മുടെ ഗ്രേഡിനെ നിശ്ചയിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നോർമലി വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു കോളേജ് എഡ്യൂക്കേഷൻ ആണ് അല്ലെങ്കിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഈ പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഇവാലുവേഷൻ നമുക്കുണ്ട്. അതായത് അവിടെ പല ടൈപ്പ് ഓഫ് എക്സാംസ് ഉണ്ട്. സെം എക്സാമിന് മുൻപ് തന്നെ മൈറ്റ് ബി ചില യൂണിവേഴ്സിറ്റീസിൽ ഒരു എക്സാം ഉണ്ട് അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിൽ രണ്ട് എക്സാംസ് ഉണ്ട്. കോളേജായിട്ട് നടത്തുന്ന എക്സാംസുകൾ കാണും. അപ്പം നമ്മൾ ബേസിക്കലി ഈ പറയുന്ന സെം എക്സാമിലോട്ട് അല്ലെങ്കിൽ ഇയർ എൻഡ് എക്സാമിലോട്ട് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൽ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇഗ്നോവിൻ്റെ ഒരു എക്സാം വരുമ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എക്സാം എഴുതുക എന്നുള്ളത് അത് സോൾലി നമ്മളെ തന്നെ ഡിറ്റർമൈൻ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു എക്സാം എങ്ങനെ സ്കോർ ചെയ്യണം, ഇപ്പം നമ്മൾ ഡിഗ്രി ലെവലാണ് നമ്മൾ ഇഗ്നോ പഠിക്കുന്നതെങ്കിൽ നോർമലി സ്റ്റുഡൻസ് അവരുടെ +2 വരെയുള്ള ഒരു എക്സാം പാറ്റേണിൽ ഇഗ്നോവിൻ്റെ എക്സാം എഴുതാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ PG ലെവലാണെങ്കിൽ ഡിഗ്രി ലെവലിൽ കോളേജ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ. അപ്പോൾ അതായത് നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാംസിന് അപ്രോച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാംസിന് നമ്മൾ അപ്പിയർ ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ എക്സാമിന് മാക്സിമം മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. ഓക്കെ, ഹൗ ടു റൈറ്റ് ഗുഡ് ആൻസേഴ്സ്. അതായത് ശരിക്കും നമ്മൾ പറയുന്നത് പോലെ ഗുഡ് ക്വസ്റ്റ്യൻസ് ഓൾവേസ് കംസ് വിത്ത് ഗുഡ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഗുഡ് ആൻസേഴ്സ് കംസ് വിത്ത് ഗുഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പോലെ ഗുഡ് ആൻസർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഒരു ആൻസർ നമ്മൾ വായിക്കുമ്പം അതിൽ എത്രമാത്രം പെർഫെക്റ്റ് ആകുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. ബ്യൂട്ടി എന്ന് ഞാൻ പറയുമ്പം അത് ഫോർമൽ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടി മാത്രമല്ല, അതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള രീതികൾ, അതിനെ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ള രീതികൾ, ഇതെല്ലാം തന്നെ ഒരു ആൻസറിനെ ഗുഡ് ആൻസർ ആക്കാനായിട്ട് ഉള്ള ക്രൈറ്റീരിയാസ് ആണ്. സോ അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ഗുഡ് ആൻസർ എഴുതുക എന്നുള്ളതാണ്. So writing proper and to the point answers in exams always a challenge. അതായത് നമ്മളൊരു എക്സാമിന് അപ്പിയർ ചെയ്യുമ്പം നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ലൈനുള്ള ഒരു ക്വസ്റ്റ്യന് നമ്മൾ എങ്ങനെ 3 പേജുള്ള ഒരു ആൻസർ എഴുതും. ഓക്കെ, അതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും ഈ പറയുന്ന സ്റ്റഫ് ശരിക്കും അറിയില്ല, നമുക്കതിനെക്കുറിച്ച് കാര്യമായ ഒരു അവബോധമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാരി വലിച്ചെഴുതാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഷേക്സ്പിയറിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കാര്യമായിട്ട് അറിയില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം എന്താണ് ഈ പറയുന്നത് പോലെ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ച് എഴുതാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലാണ്.
അപ്പം കറക്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. റൈറ്റിംഗ് ഗുഡ് ആൻസേഴ്സ് ഇറ്റ് സെൽഫ് ഈസ് ആൻ ആർട്ട്. ഓക്കെ, അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. അത് ഈ പറയുന്നത് പോലെ നമ്മൾ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പം നമുക്ക് വരുന്നൊരു കാര്യമല്ല. നമ്മൾ വളരെ പ്രിപ്പേർഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഗുഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് നീഡ്സ് പ്രിപ്പറേഷൻ. നമ്മൾ ഓരോ ലെസൺസും എടുത്ത് ഓരോ മൊഡ്യൂൾസും എടുത്ത് ആ മൊഡ്യൂള് പഠിച്ച് ആ മൊഡ്യൂളിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് വേണം. ആ ബ്രീഫ് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പല ആൻസേഴ്സും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പ്ലാൻ യുവർ ആൻസേഴ്സ് ബിഫോർ ഹാൻഡ്. ഫോർ എക്സാമ്പിൾ ദ ബേസിക് സ്ട്രക്ചർ. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ എഴുതുന്ന ഒരു ടൈമിൽ ആൻസർ എഴുതുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ബേസിക് ഐഡിയ നമുക്ക് വരണം. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിന് വരുന്നു, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നു, ആ ക്വസ്റ്റ്യനിൽ നമുക്കൊരു 4-5 പോയിന്റ് അറിയാം. സോ വി ഹാവ് ടു ഫ്രെയിം എ ബേസിക് സ്ട്രക്ചർ. ഇൻട്രൊഡക്ഷനിൽ ഇത്ര കാര്യങ്ങൾ പറയുന്നു, അതിനുശേഷം കണ്ടന്റിനെ നമുക്ക് 2 പാരഗ്രാഫായിട്ട് തിരിക്കാം. ആ 2 പാരഗ്രാഫിലും ഈ പോയിന്റ്സുകൾ പറയുന്നു, ആ പോയിന്റ്സിന്റെ എക്സാമ്പിൾസ് പറയുന്നു, ആൻഡ് ദെൻ വി കം ടു കൺക്ലൂഷൻ. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള പോയിന്റുകളെ എല്ലാം ഒരു സ്ട്രക്ചറായിട്ട് തിരിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം എക്സാം എഴുതുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുൻപ് തന്നെ. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ വരുമ്പോഴെല്ലാം ഈ ഒരു കാര്യത്തിന്റെ റെലവൻസ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകും. സോ യൂസ് വേരിയസ് ടിപ്സ് ആൻഡ് ട്രിക്സ് ടു റൈറ്റ് ദി പെർഫെക്റ്റ് ആൻസർ. ആ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിലെ ആദ്യത്തെ ടിപ്പ്, നോ ദ സിലബസ്. ഇത് ഏത് എക്സാം നമ്മൾ അപ്പിയർ ചെയ്താലും, അത് ഇഗ്നോവിൻ്റെ എക്സാം ആണെങ്കിലും PG എക്സാം ആണെങ്കിലും UG എക്സാം ആണെങ്കിലും നെറ്റ് എക്സാം ആണെങ്കിലും സെറ്റ് എക്സാം ആണെങ്കിലും, നമ്മൾ ഏത് എക്സാം എഴുതുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ സിലബസുമായി നമ്മൾ വളരെ യൂസ്ഡ് ടു ആകണം. സിലബസ് ഏറ്റവും കൂടുതൽ അറിയുക എന്ന് പറയുന്നത് ഇഗ്നോവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ ഏത് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുൻപും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മൊഡ്യൂൾ പഠിക്കുന്നതിന് മുൻപും, ഏത് കോഴ്സ് എടുക്കുമ്പോഴും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് ആണ്. വി ഹാവ് ടു ബി വെരി ഫെമിലിയർ വിത്ത് ദി സിലബസ്. കാരണം ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് ജനറലി ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ആ ടോപ്പിക്ക് ഏത് മൊഡ്യൂളിൽ വരും, അല്ലെങ്കിൽ ഈ സിലബസിൽ ഏത് യൂണിറ്റിൽ വരും എന്നൊക്കെ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ആ ആൻസർ ഡയറക്റ്റ് ആയിട്ട് അറിയില്ല എങ്കിൽ പോലും ആ മൊഡ്യൂളിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് സം പോയിന്റ്സ് ടു ദാറ്റ് ആൻസർ. സോ അപ്പോൾ ഒരു സിലബസ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിലബസ് ആയിട്ട് ഫെമിലിയർ ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ യു ഹാവ് ടു അറ്റംപ്റ്റ് മോക്ക് ടെസ്റ്റ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇഗ്നോയിൽ പഠിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ഒട്ടും റെഗുലർ ആയിട്ട് നമുക്കൊരു അസസ്മെന്റ് അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു ഇവാലുവേഷൻ നമുക്ക് വരുന്നില്ല. സോ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇഗ്നോയിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒരു ഇവാലുവേഷനും ഇല്ലാതെ, ഒരു അസസ്മെന്റും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സാമിന് ചെല്ലുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്ന ഒരു ടൈം കൊണ്ട് നമ്മുടെ ഒരു എൻറ്റയർ 6 months ചിലപ്പം പോയെന്ന് വരാം. സോ അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോക്ക് ടെക്സ്റ്റുകളും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത്. നമ്മൾ ഏത് എക്സാം ആണോ അപ്പിയർ ചെയ്യുക എന്നുള്ളതല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് എക്സാം ആണെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. It gives you an insight to what type of questions come in the paper. Okay, കാരണം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ടീച്ചർ ഇല്ല, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്ററോ ഒരു ട്യൂട്ടറോ ഇല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റൻഷൻ കൂടുതലായിട്ട് കൊടുക്കണം എന്ന് പറയാനായിട്ട് നിങ്ങൾക്കിവിടെ ഒരു ടീച്ചറോ എഡ്യൂക്കേറ്ററോ ഒന്നും തന്നെ ഇല്ല. സോ നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം, ആസ് എ സ്റ്റുഡൻറ് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ്, ഇതിൽ ഏതാണ്
റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ യു ഹാവ് ടു നോട്ട് ഡൗൺ ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. എന്താണ് ട്രെൻഡ്? ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ എടുത്താൽ ഇതിൽ നിന്ന് ഏതൊക്കെ ആസ്പെക്റ്റിലാണ് നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആൻഡ് അങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമുക്കത് കുറച്ചും കൂടി തറവായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. And remember the questions of the immediately preceding exam, not very important, the same questions won't report, so ignore them. അതായത് ഈ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ ഇതിന് മുൻപുള്ള എക്സാമിൽ തന്നെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ 2024 എക്സാമിന് 2023 എക്സാം തൊട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് 23 ചോദിച്ച ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആണ് അതിന് മുൻപുള്ള വർഷങ്ങൾ 2021, 2020 അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി റിപ്പീറ്റ് ആയിട്ട് തന്നെ ചോദിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ കറക്റ്റ് ഇതിന് മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു അപ്രോച്ചും കാര്യങ്ങളും കിട്ടും. എങ്കിലും ടൈമിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിച്ചാണ് നോക്കേണ്ടത്. അതായത് പണ്ട് തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ ലേറ്റസ്റ്റിലോട്ട് ആ ഒരു പാറ്റേണിലാണ് നമ്മൾ വരേണ്ടത്.
ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് IGNOU papers are very lengthy. Need to fill a lot of pages in the answer script. The questions demand. അതായത് IGNOU papers എന്ന് പറയുന്നത് ശരിക്കും വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക്. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു നമ്മൾ സിലബസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സമയത്തും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ആൻസർ സ്ക്രിപ്റ്റിൽ ഒരുപാട് പേജസ് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടി വരും. സോ അപ്പൊ അങ്ങനെ വരുന്ന ഒരു ടൈമിൽ നമുക്ക് എക്സാമ്പിൾസ് വഴി അത് ഫില്ല് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അതായത് ലെങ്തി ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തീർക്കാൻ അറിയില്ല. അങ്ങനെ വരുന്നൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പേപ്പറിൽ അതും എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാരി വലിച്ചുള്ള എക്സാമ്പിൾസ് അല്ല, റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് അത് ഫില്ല് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. കാരണം നമ്മുടെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ എക്സാമ്പിൾ കറക്റ്റുമാണെങ്കിൽ ഒബ്വിയസ്ലി ഈ എക്സാമിനർ നമുക്ക് മാർക്ക് തരാനായിട്ട് അദ്ദേഹത്തിന് ഒരു ടെൻഡൻസി വരും, അല്ലെങ്കിൽ ആ ഒരു ടെംപ്ടേഷൻ വരും. Because he is compelled to give us an answer, give us the marks for examples that is correct or relevant. അപ്പം കാരണം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് നമ്മളായിട്ട് പറയുന്നതാണ് അതിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോഴത്തേക്കും. അപ്പം നമ്മുടെ തിയററ്റിക്കൽ പാർട്ട് നമുക്ക് ശരിക്കും മനസ്സിലായി, ഒരു എക്സാമ്പിൾ വെച്ച് വേറൊരാളോട് പറയാനും എനിക്ക് പറ്റും എന്ന് നമ്മൾ എക്സാമിനറിനെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ എക്സാമ്പിൾസ് വഴി ചെയ്യുന്നത്. അപ്പം എക്സാമ്പിൾസ് എപ്പോഴും കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ മാർക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റാൻഡം ആയിരിക്കരുത്, വളരെ റെലവെന്റും സ്യൂട്ടബിൾ ടു കോണ്ടെക്സ്റ്റുമായിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഡു നോട്ട് ടേക്ക് ദി കോണ്ടന്റ് ഓഫ് ദി ആൻസേഴ്സ് സ്ലൈഡ്ലി. അതായത് നമ്മൾ ക്വാളിറ്റി ആൻസേഴ്സ് എഴുതിയില്ല എങ്കിൽ നമ്മൾ എത്ര പേജ് ഫില്ല് ചെയ്താലും നമ്മൾ മാർക്സ് സ്കോർ ചെയ്യത്തില്ല. അതായത് നിങ്ങൾ 3 പേജിൽ എന്തെങ്കിലുമൊക്കെ എഴുതി എന്ന് വിചാരിച്ച് 6 മാർക്ക് തരത്തില്ല. ഓക്കെ, അതിൽ എത്രത്തോളം പോയിന്റ്സ് ഉണ്ട്, അതിൽ എത്രത്തോളം റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനിലായിരിക്കും നമുക്ക് സ്കോർസ് തരുന്നത്. സോ ഇത് ഫില്ല് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ക്വാളിറ്റി ആൻസേഴ്സ് എഴുതുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞു ഹൗ ടു റൈറ്റ് ഗുഡ് ആൻസേഴ്സ്. അപ്പം ഗുഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത് അതൊരു പ്രസന്റേഷൻ ആണ്. അതായത് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയുന്നത് അതൊരു പ്രസന്റേഷൻ സ്കില്ലാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പേപ്പർ, ഈ ഒരു പ്രസന്റേഷൻ സ്കില്ലിന് തന്നെ നമുക്കൊരു 15 to 20 മാർക്സ് ഒക്കെ നമുക്ക് ചിലപ്പം ഒരു എക്സാമിന് കൂടുതൽ കിട്ടിയെന്ന് വരും. അതായത് നമ്മളിപ്പോൾ whenever you are starting a question, write the heading with the black pen, then write the entire paragraph or pointers with blue pen. വേറൊരു കളറും യൂസ് ചെയ്യരുത്, ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ. പക്ഷെ ഈ പറഞ്ഞതുപോലെ കാണുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ട് തോന്നുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദിസ് ഇസ് ദ ഹെഡിങ്, ദിസ് ഇസ് ദി കോണ്ടന്റ്. അങ്ങനെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ കാണിക്കാനായിട്ടായിരിക്കണം നമ്മൾ ഈ പറയുന്ന കളേഴ്സ് കൂടുതലും യൂസ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പ്രസന്റേഷൻ സ്കിൽസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഹെഡിങ് ബ്ലാക്ക് പെൻ കൊണ്ട് യൂസ് ചെയ്യാം, ബാക്കി കണ്ടന്റുകളെല്ലാം ബ്ലൂ പെൻ കൊണ്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റേഴ്സ്, ഞാൻ പറഞ്ഞു നമ്മളൊരു ആൻസർ എഴുതി കഴിയുമ്പോൾ ഫസ്റ്റ് ഇൻട്രോയിൽ ഇത്ര പോയിന്റ്സ്, പിന്നെ എനിക്കുള്ള 3 പോയിന്റ്സ്, ആ 3 പോയിന്റ്സിനെ 2 പാരഗ്രാഫ് ആയിട്ട് തിരിക്കുന്നു, പിന്നെ കൺക്ലൂഷൻ. അപ്പൊ ആ ഒരു പോയിന്റ്സിന് ഞാൻ എക്സാമ്പിൾസ് കൊടുക്കുന്നു. സോ ആ ഒരു പാരഗ്രാഫിൽ ഒരു 7 to 8 ലൈൻസ് ഉണ്ട്. 1 ലൈൻ ആണ് അതിന്റെ മെയിൻ പോയിന്റ് എങ്കിൽ എനിക്കതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈലൈറ്റർ വെച്ച് പെൻ അങ്ങനെയല്ല, നമുക്കത് അണ്ടർലൈൻ ചെയ്യാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന ഒരു ടൈമിൽ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ ഫോർ ദി എക്സാമിനർ ടു ഗിവ് യു മാർക്സ് ആൻഡ് ഓൾസോ ടു ഇവാലുവേറ്റ് ദി കറക്റ്റ് പോയിന്റ്സ്. അപ്പം pointers, easy to check, not a waste of time. If needed, use highlighter. In the last 5 to 10 minutes, you can highlight the entire heading, keywords and important lines in your answer sheet. Leaves a very good impression on the examiner. അത് കാണുമ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗുഡ് ആൻസർ ഇറ്റ്സെൽഫ് ഈസ് ആൻ ആർട്ട്. അപ്പം ആ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ഒക്കെ കൂടാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത്.
പിന്നെ അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കിൽസ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രാഫിക്സ് യൂസ് ചെയ്യാം. ഗ്രാഫിക്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്നതുപോലെ ടേബിൾ ആയിട്ട് കൊടുക്കാം കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡയഗ്രാമിന്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡയഗ്രാം വായിച്ചു പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ബീങ്സിന് എപ്പോഴും ഒരു ഗ്രാഫിക്കൽ മെമ്മറിയാണ്. അതായത് നമ്മൾ ഗ്രാഫിക്സ് ആയിരിക്കും നമ്മൾ ആദ്യമേ നോട്ടീസ് ചെയ്യുന്നത്, ഗ്രാഫിക്സ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതും. സോ ഒരു എക്സാമിനറിനെ ഇംപ്രസ് ചെയ്യാനായിട്ട്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമ്പിൾസ് പോലെ തന്നെയാണ്, സ്യൂട്ടബിൾ ആയിരിക്കണം, റെലവെന്റ് ആയിരിക്കണം, ആ കോണ്ടെക്സ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സും ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗ്രാഫിക്സ് നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് നമ്മുടെ പ്രസന്റേഷൻ സ്കില്ലും കൂടും, അതനുസരിച്ച് നമ്മുടെ മാർക്കും കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ ഇടുക്കി പിടിച്ച് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടാതെ നമ്മൾ എഴുതരുത്. എല്ലാ എല്ലാ ആൻസർ ചെയ്യുമ്പോഴും, അതായത് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇടുക. ഓക്കെ, അത് കുറച്ചും കൂടി പ്രസന്റബിൾ ആയിട്ട് നമുക്ക് തോന്നും. ഈ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇനി എന്തോ എഴുതാൻ മറന്നുപോയി എന്നുള്ളൊരു രീതിയിലല്ല, ഒരു ഭംഗി വരുന്ന ഒരു രീതിയിൽ കുറച്ച് 1-2 ലൈൻസ് ഒക്കെ നമ്മൾ ബാക്കി വിട്ടാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ എഴുതണം എന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷം തിരിച്ചു വരിക, ഇതിന്റെ ആൻസർ ബാക്കിൽ എഴുതുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ഗ്യാപ്പാണ്. പിന്നെ കുറച്ച് ബേസിക് ടിപ്സ് ആണ്. അതായത് നമ്മുടെ ആൻസർ ഷീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കണമെങ്കിൽ, അതായത് നമ്മുടെ ആൻസർ ഷീറ്റ് മെസ്സി ആണെങ്കിൽ എക്സാമിനറിന് നമ്മളോടുള്ള ഒരു ഇംപ്രഷൻ പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് റിയലി അദ്ദേഹത്തിന് അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എക്സാമിനറിന് ഇറ്റ് വുഡ് ബി എ ഹെക്ടിക് ടാസ്ക് ടു റീഡ് ദിസ് മെസ്സി തിങ്സ്. പക്ഷെ അത് വളരെ ക്ലീൻ ആണ്, വളരെ നീറ്റ് ആണെങ്കിൽ ഇറ്റ് വുഡ് ബി എ ഈസി ജോബ് ഫോർ ദി എക്സാമിനർ ടു വാലുവേറ്റ് യുവർ ആൻസർ ഷീറ്റ് ആൻഡ് ഇറ്റ് വുഡ് ഓൾസോ ഗെയിൻ യു മോർ മാർക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ഓക്കെ, സോ നമ്മുടെ ടിപ്പ് 4 എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നമ്മളൊരു എക്സാം എഴുതുന്ന ഒരു ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ചിലപ്പം നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയായിരിക്കും, നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയായിരിക്കും. പക്ഷെ നമുക്കത് എക്സാമിന് ആൻസർ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല എങ്കിൽ ശരിക്കും ഇങ്ങനത്തെ ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വേസ്റ്റ് ആയി പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ അപ്പം ഒരു എക്സാമിന് നമ്മൾ കയറുന്ന ഒരു ടൈമിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോർമലി സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു കാര്യമാണ്. തുടക്കത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തുടങ്ങും, ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ കഴിയും, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറും. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് വരുന്ന ഒരു ടൈമിൽ ടൈം എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും തന്നെ കിട്ടില്ല. സോ ചിലപ്പോൾ ലാസ്റ്റ് 2 ക്വസ്റ്റ്യനിൽ 1-2 ലൈനിൽ ആൻസർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചെയ്തില്ലെന്നേ വരും. അപ്പോൾ എൻറ്റയർലി ആ ഒരു മാർക്ക് നമുക്ക് അവിടെ പോകുവാണ്. അപ്പം നമുക്കിപ്പോൾ 5 ക്വസ്റ്റ്യൻ ആണ്, 5 ക്വസ്റ്റ്യൻസിന് 20 മാർക്ക് വെച്ചാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും 30 മിനിറ്റ്സ് തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി കഴിയുമ്പം 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടും ആ ക്വസ്റ്റ്യൻ തീർന്നില്ല എങ്കിൽ അതവിടെ ഉപേക്ഷിക്കുക, എന്നിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് തിരിച്ചു പോയി ബാക്കി ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാലും നമ്മളിപ്പോൾ ഒരു 30ക്ക് പകരം 40 അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് നമ്മൾ എടുത്താൽ നമുക്ക് ചിലപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ അതിലും അറിയാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അത്രയും ചിന്തിക്കാനായിട്ടുള്ള ഒരു ടൈം, അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെൻ വി ഫീൽ ലൈക്ക് ദ ക്ലോക്ക് ഈസ് ടിക്കിംഗ് നമുക്ക് അത്രയും ലോജിക്കലി ഒക്കെ ചിന്തിക്കാനായിട്ടുള്ള ഒരു പാടായിരിക്കും. അപ്പം തുടക്കം തൊട്ട് തന്നെ ഈ പറയുന്നത് പോലെ ടൈം മാനേജ്മെന്റ് വെച്ച് ചെയ്യാനായിട്ട് നോക്കുക. സോ കീപ് ദ വാച്ച്, ഓൾവേസ് വെയർ എ വാച്ച് ഫോർ യുവർ എക്സാം ആൻഡ് ഓരോ ക്വസ്റ്റ്യനും ആ ഒരു വാച്ചിലെ പർട്ടിക്കുലർ ടൈം വെച്ച് തന്നെ എഴുതാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരു പരിധിയിൽ കൂടുതൽ ബാഡ് ആകാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. അതായത് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇത്ര ടൈമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ തീർന്നില്ല എങ്കിൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. അപ്പൊ ടൈം മാനേജ്മെന്റ് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങും ബെറ്റർ ആക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ്. പിന്നെ give time to all the questions. Avoid giving so much time to the first few questions or at the end might miss out 1 or 2 questions. അപ്പോൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യനും സഫിഷ്യന്റ് മാർക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യനും നമ്മൾ സ്കിപ്പ് ചെയ്യുക. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഒരു 40 to 50 മിനിറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ
നമുക്ക് ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചിലപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പം ദാറ്റ് മൈറ്റ് ബി ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഗെറ്റ്സ് us more മാർക്സ്. അപ്പം അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് കിട്ടേണ്ടതിലും ഒരുപാട് മാർക്സ് കുറഞ്ഞു പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ അടുത്ത ടിപ്പാണ് അഡോ ടു ദി വേർഡ് ലിമിറ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, വാരി വലിച്ചെഴുതുക എന്ന് പറയുന്നത് പല സ്റ്റുഡൻസിൻ്റെയും ഒരു വീക്ക് പോയിന്റ് ആണ്. പക്ഷെ നമുക്ക് എക്സാംസിൽ വളരെ നെഗറ്റീവായിട്ട് വരാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏകദേശം ഒരു 100 വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പേജ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ ബുക്ക്ലെറ്റ് ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പേജ് ആണ്. സോ അപ്പം ആ ഒരു രീതിയിൽ ഫോർ എ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1.5 പേജസ്, 10 മാർക്ക് ആണെങ്കിൽ 3 പേജസ്, 20 മാർക്സ് ആണെങ്കിൽ 6 പേജസ്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അത് അതിൽ തന്നെ ഇപ്പോൾ 5 മാർക്സിന് നമ്മൾ 3 പേജസ് എഴുതി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കതിന് 10 മാർക്ക് കിട്ടില്ല, നമുക്കതിന് 5 മാർക്ക് തന്നെ കിട്ടത്തുള്ളൂ. അപ്പം 1.5 പേജിൽ ഒരാൾ എഴുതിയാൽ അയാൾക്കും 5 മാർക്കാണ്, 3 പേജിൽ എഴുതിയാൽ അയാൾക്കും 5 മാർക്കാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ ലോജിക്കിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആൻസർ നമ്മൾ സ്ട്രക്ചർ ചെയ്യുവാണെങ്കിൽ ഈ 1.5 പേജസിനുള്ളിൽ അതെങ്ങനെ ഒതുക്കാം എന്നൊരു രീതിയിൽ തന്നെ നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്യണം. അപ്പം വേർഡ് ലിമിറ്റ്, കാരണം വേർഡ് ലിമിറ്റ് എന്നൊക്കെ പറയുന്നതും ഈ പറയുന്ന ടൈം മാനേജ്മെന്റുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ്. ഇത്രയും വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങളുടെ എക്സാംസിന് തരുന്നത്. അപ്പം അതിൽ കൂടുതൽ വേർഡ്സ് നിങ്ങൾ എഴുതുമ്പം ഒബ്വിയസ്ലി അവിടെ ടൈമിന്റെ ഒരു മാനേജ്മെന്റ് ഇഷ്യൂ വരും. സോ അപ്പൊ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി അടുത്ത ടിപ്പാണ്, your minds might be working so fast in the exam hall, often end up doing a lot of silly mistakes. അപ്പോൾ ഈ പറയുന്ന സില്ലി മിസ്റ്റേക്സ് ഒക്കെ എന്താണ്? അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാതെ വരും, അതിൻ്റെ പല സൈഡുകൾ കാണാതെ പോകും. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള മിസ്റ്റേക്സുകളൊക്കെ നമുക്ക് ഈ ഒരു ടെൻഷനിൽ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതെല്ലാം ഒന്ന് ആദ്യം തന്നെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ നോർമലി എക്സാംസിന് വരുന്ന മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണ്, ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് വായിക്കാനായിട്ട് നോക്കുക, ധൃതി പിടിച്ച് എഴുതാതിരിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദെൻ Tip 7, when you are attempting questions, attempts all the parts of the question in a sequence. അതായത് ഒരു ക്വസ്റ്റ്യനിൽ പല പാർട്ടുകൾ കാണും. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3-4 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുക, രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുക. അതേ പാറ്റേണിൽ തന്നെ ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദിസ്, വാട്ട് ആർ ദ ഡിഫറെന്റ് പാർട്സ്, ഗിവ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആദ്യമേ ഇത് എന്താണ്, അതിൻ്റെ പല പാർട്ടുകൾ എന്താണ്, ഇതിൻ്റെ പല എക്സാമ്പിൾസുകൾ എന്താണ്, അങ്ങനെയുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ചില കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഇവിടെ എഴുതാനായിട്ട് സമയം കിട്ടിയില്ല, പിന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് അത് എഴുതുന്നു, അതിനൊന്നും നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ദ എക്സാമിനർ വോണ്ട് ഗിവ് യു മാർക്സ് ഫോർ ദി അതർ പാർട്സ് ദാറ്റ് യു ഹാവ് ആൻസേർഡ് സംവെയർ എൽസ്. അത് ആ സീക്വൻസിൽ തന്നെ എഴുതി തീർക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ഇനി ഇതിലൊരു ക്വസ്റ്റ്യനിൽ ഒരു പാർട്ട് നമുക്ക് അറിയില്ല എങ്കിൽ ആ ഒരു സ്പേസ് വിട്ടിട്ട് നമുക്ക് അടുത്ത പാർട്ടിലോട്ട് കയറാം. പക്ഷെ എന്നാലും ആ സെയിം ഓർഡറിൽ തന്നെ ഫോളോ ചെയ്യുക, അത് തിരിച്ചു പോകാതെ അതേ ഓർഡറിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ കുറച്ചും കൂടി ബോൾഡ് ആക്കുക. അതായത് എന്താണ്, സോ ദാറ്റ് എക്സാമിനർ ക്യാൻ സീ വാട്ട് യു ആർ അറ്റംപ്റ്റിംഗ് ആൻഡ് നത്തിങ് ഗോസ് അൺചെക്ഡ്. നമ്മുടെ അതായത് ഇപ്പം അത് നോർമലി ഒരു മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് ഗ്യാപ്പ് ഇടാതെ എഴുതുമ്പോഴാണ്. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഗ്യാപ്പ് ഇടാതെ ഒക്കെ വരുമ്പം ചിലപ്പോൾ ഈ ഒരു നമ്പറൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെന്ന് വരും. അപ്പം നമ്പറൊക്കെ എഴുതുമ്പം കുറച്ചും കൂടി ബോൾഡായിട്ട് വലുതായിട്ടൊക്കെ എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ എഴുതിയാലും അത് ആ സീക്വൻസിൽ തന്നെ കവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ആൻഡ് ദ ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സ് ആണ്. അതായത് ഇഗ്നോവിൻ്റെ അസൈൻമെന്റ്സിന് തന്നെ 30 മാർക്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 30 മാർക്സിന്റെ ക്രെഡിറ്റ് ആണ് നമുക്ക് അസൈൻമെന്റ്സിനുള്ളത്. അപ്പം ഒരിക്കലും അസൈൻമെന്റ് ഇഗ്നോർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അസൈൻമെന്റ്സിനെ വില കുറച്ച് കാണുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഈ ഒരു 30 മാർക്സ് എങ്ങനെയെങ്കിലും കിട്ടാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. കാരണം നമ്മൾ എക്സാംസ് വെച്ച് നോക്കുമ്പം എക്സാംസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റഡി സെന്ററിൽ അവിടുത്തെ ആ ഒരു വൈബിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരാം, ടൈം ഇഷ്യൂസ് ഉണ്ട്, ടൈം മാനേജ്മെന്റിന്റെ പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെ നമുക്ക് വേറൊന്നും നോക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ സമയം എടുത്ത് ഒരു ഓപ്പൺ ബുക്ക് പോലെ എവിടെ വേണമെങ്കിലും നോക്കി എഴുതി
എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു 30 മാർക്സ് എന്ന് പറയുന്നത് നമുക്ക് ഷുവർ ആയിട്ട് തന്നെ എന്താണ് കിട്ടേണ്ട ഒരു കാര്യമാണ്. അതായത് 30ൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ നന്നായിട്ടും ടൈമിൽ തന്നെയും നമ്മൾ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പൊ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇഗ്നോവിന് മാർക്സ് സ്കോർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വളരെ നല്ല ആൻസർ ആയിട്ട് എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. പക്ഷേ എന്താണ്, എൻഡ് ഓഫ് ദി ഡേ ഇത് എല്ലാം പോസിബിൾ ആകുന്നത് നമ്മൾ നമ്മുടെ മാറ്റർ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോഴാണ്. സോ നമ്മൾ നമ്മുടെ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക, സിലബസുമായിട്ട് നമ്മൾ എന്താ പറയുക, സിലബസ് ആയിട്ട് നമ്മൾ ഭയങ്കര ഫെമിലിയർ ആകുക. ആ ഫെമിലിയാരിറ്റിക്ക് ശേഷം നമ്മൾ എക്സാമിലോട്ട് കയറുമ്പം ആദ്യമേ നമ്മളൊരു ക്വസ്റ്റിൻ്റെ ആൻസർ സ്ട്രക്ചർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ആൻഡ് ആ ഒരു സ്ട്രക്ചറിലും നമ്മൾ ഈ പറഞ്ഞ പോലെ പാർട്സ് ആയിട്ടാണെങ്കിൽ അതേ ഓർഡറിൽ തന്നെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതുക, മെസ്സി ആയിട്ട് എഴുതാതിരിക്കുക. ടൈം മാനേജ്മെന്റ് എടുത്ത് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ നമ്പർ ഓഫ് രീതിയിൽ ടൈം അലോട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ വേർഡ് ലിമിറ്റ് ഒരിക്കലും കൂടി പോകാതെ നോക്കുക, കാരണം അത് നമ്മുടെ ടൈം മാനേജ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സീക്വൻസ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. അസൈൻമെന്റ്സ് കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇഗ്നോവിന്റെ മാർക്സ് കൂടുതൽ കിട്ടാനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.